നിങ്ങളുടെ പങ്കാളിയുടെ ഫീലിങ്സ്, കറണ്ട് എനർജി, അവരെന്താണ് ചിന്തിക്കുന്നത്, അവരെന്താണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അവരുടെ മനസ്സ് നമുക്ക് വായിക്കാം. അതിനുവേണ്ടി നിങ്ങൾ ഡീപ്പ് ബ്രീത്ത് എടുക്കുക, സാഹചര്യങ്ങളൊന്ന് ചിന്തിക്കുക കേട്ടോ. ഇനി പറയാനുള്ളത്, എൻ്റെ ചാനൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക എന്നാണ്. നിങ്ങളുടെ എന്തെങ്കിലും കാര്യം അറിയണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് തരാം, വാട്സപ്പിൽ വന്നാൽ മതി. അപ്പോൾ ഇനി ഡീപ്പ് ബ്രീത്തൊക്കെ എടുക്കുക. നിങ്ങളുടെ സ്പ്രെഡ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. വീൽ ഓഫ് ഫോർച്യൂൺ ആണ്, 8 സോഡ്സ് ആണ്, മൂൺ കാർഡ് വന്നു, എംപ്രസ് വന്നു, 3 വാൻഡ് വന്നു, 10 ഓഫ് പെൻറ്റക്കിൾ വന്നു, കിങ് സോഡ്സ് വന്നു. ഇവിടെ മൂൺ കാർഡ് വന്നിട്ടുണ്ട്. അത് പറയുന്നത് പ്രണയ നിലാവാണ്, വിരഹമാണ് എന്നാണ്. ഇപ്പോൾ ഫുൾ മൂൺ കഴിഞ്ഞതേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ച് അവർ വല്ലാതെ ചിന്തിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആഗ്രഹമുണ്ട് നിങ്ങളുടെ അടുത്തെത്താൻ, എന്നാൽ കഴിയാത്ത ചുറ്റുപാടുകളാണ്. ആദ്യത്തെ കാർഡ് വീൽ ഓഫ് ഫോർച്യൂൺ. അത് പറയുന്നു നിങ്ങളുടെ എന്ത് കാലഘട്ടമാണെങ്കിലും അതിൻ്റെ എൻഡിങ് ആണ് എന്നാണ്. അപ്പോൾ നിങ്ങൾ വിരഹികളായിട്ടാണ് ഇതെല്ലാം കാണുന്നത് അല്ലേ? ആ കാലഘട്ടത്തിന് ഒരു എൻഡിങ് ആണ്. നിങ്ങളുടെ വിരഹം അവസാനിക്കാൻ പോകുന്നു. ഇനി വരാൻ പോകുന്നത് ഭാഗ്യം, സന്തോഷം, വിജയം, ഐക്യം. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഐക്യമില്ലായിരുന്നു ഇതുവരെയെങ്കിൽ വരാൻ പോകുന്നത് സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണ് എന്നാണ്. പ്രണയം മാത്രമാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രണയത്തിലെ സന്തോഷം എന്താണ്? ബ്ലോക്ക് ചെയ്തവർ അൺബ്ലോക്ക് ചെയ്യുക, വിളിക്കാത്തവർ വിളിക്കുക, കാണാൻ വരിക, ഒന്നാകുക. നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ട് പ്രണയത്തിലേക്ക് പോവുക അല്ലേ? പങ്കാളിയുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക, അവരുടെ സ്നേഹം അനുഭവിക്കുക. ഇതൊക്കെയാണ് പ്രണയത്തിലെ ആ സന്തോഷ ദിവസങ്ങൾ. അതാണ് വരാൻ പോകുന്നതെന്ന് പറയുന്നത്. നിങ്ങൾക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു, വരാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. 8 സോഡ്സ് പറയുന്നു. മനസ്സുകൊണ്ട് നിങ്ങളിലേക്ക് വരാറുണ്ട്, നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. കാരണം ഈണ മത്സ്യങ്ങളെയാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്, മീനം രാശി. എന്നാൽ മീനം രാശി തരുന്ന മറ്റ് ചില വാണിങ്ങുകളുണ്ട്. നിങ്ങൾക്ക് മറഞ്ഞിരിക്കുന്ന ശത്രുക്കളുണ്ട് എന്ന് പറയുന്നത്. നിഗൂഢമായ പല കാര്യങ്ങൾ അവർ നിങ്ങൾക്കെതിരെ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപവാദ പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. നിങ്ങളുടെ ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കണം നിങ്ങൾ അകന്നു പോയിട്ടുണ്ടാവുക. ട്രാപ്പിലായ ഒരാളെയാണ് നമ്മൾ കണ്ടത്, അനങ്ങാൻ അയക്കാതെ തടവിലാക്കപ്പെട്ട ഒരു യുവതി. അപ്പോൾ ഇത് ജെൻഡറൊന്നും പറയാൻ പറ്റില്ല, പുരുഷനുമാവാം. ഇനി 2 കുടുംബമുള്ളവരാണെങ്കിൽ കുടുംബം തന്നെ ആയിരിക്കും അവരെ അനങ്ങാൻ സമ്മതിക്കാത്തത്. അവിവാഹിതരാണെങ്കിൽ അച്ഛനും അമ്മയായിരിക്കാം, ദമ്പതികളാണെങ്കിൽ 2 വീട്ടുകാരുമായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ സാഹചര്യം എന്താണോ അതുപോലെ ഓരോ മെസ്സേജും എടുക്കുക കേട്ടോ. 3ഉം എടുത്തെടുത്ത് പറയാൻ പറ്റില്ല. നിങ്ങളുടെ സാഹചര്യവുമായിട്ട് ഈ മെസ്സേജുകൾ കണക്റ്റാക്കി നോക്കുക. അപ്പോൾ പറയുന്നു ട്രാപ്പിലായി. മനസ്സുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ അടുത്ത് വന്നുകൊണ്ടിരുന്നത്. അവർക്ക് ശരീരം കൊണ്ട് നിങ്ങളെ കാണാൻ വരാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. എന്നാൽ മീനം രാശിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇണ മത്സ്യങ്ങളാണ്. 2 പേരും ഒരുപോലെ സ്നേഹിക്കുന്നവരാണ്. 2 പേർക്കും കണ്ടില്ലെങ്കിൽ വെപ്രാളാണ്. കരയിൽ പിടിച്ചിട്ട മീൻ എന്നൊക്കെ പറയില്ലേ, അതുപോലെ വെപ്രാളാണ് എന്നാണ് പറയുന്നത്. 2 പേരും പ്രണയ നിലാവാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഫുൾ മൂൺ കഴിഞ്ഞതാണ്, വിരഹമാണ് അനുഭവിക്കുന്നത്, അങ്ങേയറ്റം പ്രണയിക്കുന്നുണ്ട്, മുജന്മ ബന്ധമാണ്, ഇനി സോൾമേറ്റാണ് എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് തടസ്സങ്ങളും വിപരീത സാഹചര്യങ്ങളുമാണ് ഇവിടെ കാണുന്നത്. കാരണം ചില കാർഡുകളൊക്കെ നെഗറ്റീവാണ് തരുന്നത്, എങ്കിലും നിങ്ങളുടെ ഹൃദയങ്ങൾ ഐക്യമാണ് പറയുന്നവിടെ. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങേയറ്റം സ്നേഹിക്കുന്നവരാണ്, സാഹചര്യങ്ങൾ കൊണ്ട് അകന്നവരാണ്. എന്നാൽ അതൊക്കെ മാറിയിട്ട് നിങ്ങൾക്കായിട്ട് ചില ദിവസങ്ങൾ വരാൻ പോകുന്നു എന്നാണ് ഇവിടെ ആദ്യത്തെ കാർഡ് പറഞ്ഞത്. നിങ്ങളുടെ ഈ സങ്കടത്തിനൊരു എൻഡിങ് വരാൻ പോവുകയാണ്. ലിബ്ര അതാണ് പറഞ്ഞത്, നിങ്ങൾക്കിനി ഭാവി സന്തോഷത്തിൻ്റെ ആണ് എന്നാണ് ലിബ്ര പറയുന്നത്. എന്നാൽ മീനം രാശി പറയുന്നു നിങ്ങൾ 2 പേരും അങ്ങേയറ്റം സ്നേഹിക്കുന്നവരാണ് എന്ന്, കാണാതിരിക്കുമ്പോൾ വല്ലാത്ത സങ്കടമാണ് എന്ന്, നിങ്ങൾക്കെതിരെ നിഗൂഢമായി ആരൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന്,
മറഞ്ഞിരിക്കുന്ന ശത്രുക്കളുണ്ട് എന്ന്, വഞ്ചനകൾ നടക്കുന്നുണ്ട് എന്ന് ഇതൊക്കെ മീനം രാശി പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്താണ് എന്ന് ചിന്തിക്കുക. ഇനി വന്നിരിക്കുന്നത് രാഹുവാണ്. ഒരു ഷാഡോ ആണ്, എങ്കിലും അതിനെ തടവിലാക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. അപ്പോൾ മാനസികമായിട്ട് തടവിലാക്കിയിരിക്കുക, അവരെ അനങ്ങാൻ അയക്കാതെ. പോവാൻ പാടില്ല എന്ന് നിർബന്ധം പിടിക്കുന്ന ആരോ ഉണ്ട്. അതാണ് 3 വാണ്ട് പറയുന്നത്. ഇവിടെ 3 വാണ്ട് വന്നാൽ കുടുംബം എന്ന് തന്നെ പറയാൻ പറ്റുക. തേർഡ് പാർട്ടിയായിട്ട് പ്രണയിക്കുന്ന ആളല്ല, കുടുംബം വന്നിട്ട് അവരെ തടവിലാക്കിയിരിക്കുകയാണ്. മാനസികമായിട്ട് തളർത്തുന്ന എന്തെങ്കിലും വർത്താനം പറയുക. അപ്പോൾ അവർക്ക് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ തോന്നില്ല. അവർ ജോലിക്ക് പോകുന്ന ആൾക്കാരായിരിക്കാം, പുറത്ത് പോകുന്ന ആൾക്കാരായിരിക്കാം. എന്നാൽ മാനസികമായി തളർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ തോന്നില്ല. തോന്നാത്ത വിധം ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ട്. കയറില്ലാതെ കെട്ടിയിടുക, അതാണ് രാഹു പറയുന്നത്. അതിന് കയറ് വേണ്ട, എന്നാൽ ആ വ്യക്തി അനങ്ങില്ല, ആ അവസ്ഥയിലാണ്. അപ്പോൾ അവരെ നിയന്ത്രിക്കുന്ന, അവരെ കെട്ടിയിടുന്ന പോലെ പെരുമാറുന്ന ഒരു കുടുംബം അവർക്കുണ്ടെന്ന് 3 വാണ്ട് പറഞ്ഞു. ഒരുപക്ഷെ വിവാഹിതരാണെങ്കിൽ അവരുടെ തന്നെ പാർട്ട്ണറായിരിക്കാം, അവിവാഹിതരാണെങ്കിൽ പാരൻ്റ് ആവാം. ഇനി വിവാഹം കഴിഞ്ഞവരാണെങ്കിലും 2 കുടുംബങ്ങൾ അവരെ സ്നേഹിക്കാൻ സമ്മതിക്കുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ സാഹചര്യം എന്താണോ അതുപോലെ എടുക്കുക. എന്നാൽ മീനം രാശി പറയുന്നു, നിങ്ങൾ മാനസികമായിട്ട് അങ്ങേയറ്റം പ്രണയിക്കുന്നവരാണ്. ഒരാൾക്ക് ഒരാളില്ലാതെ കഴിയാൻ സാധിക്കില്ല. അതിനാണ് ഞാൻ ഉദാഹരണം പറഞ്ഞ ഇണ മത്സ്യങ്ങളാണ് എന്ന്. അപ്പോൾ ഇണ മത്സ്യങ്ങളുടെ കഥ എന്താണെന്ന് വെച്ചാൽ, ഒരു മത്സ്യം എന്തെങ്കിലും അപകടം സംഭവിക്കുകയോ ചത്തുപോവുകയോ ചെയ്താൽ ഈ മത്സ്യം തനിയെ മരണം വരെ ജീവിക്കുമെന്നാണ് പറയുന്നത്. അവർ മറ്റൊരെയാണ് സ്വീകരിക്കില്ല. ഭയങ്കര സത്യമാണ് ചില ജീവികൾക്ക്, പ്രകൃതിയിലത്തെ ജീവികൾക്ക്. അതുപോലുള്ള മെൻറ്റാലിറ്റിയാണ് നിങ്ങളുടെ പങ്കാളിക്ക് എന്ന് പറയുന്നത്. നിങ്ങളെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റൊരു പ്രണയത്തിലേക്ക് പോകുന്ന തരം ആളല്ല. നിങ്ങളെ ഓർത്ത്, നിങ്ങളെ കാത്ത് ജീവിക്കുക. ഇനി കിട്ടിയില്ലെങ്കിലും കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ഒന്നിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആ ഓർമ്മകൾ മതി എന്ന് ചിന്തിക്കുന്ന സത്യമുള്ളൊരു പ്രണയമാണ് നമ്മൾക്കിവിടെ മീനം രാശി തന്നത്. ഇനി അടുത്തതും ഇണകളെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. എംപ്രസ് അത് പറയുന്നു, വീനസും മാർസും അവർ ദമ്പതികളാണ്. അതാ പറഞ്ഞാൽ ഒരുപക്ഷെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പ്രണയിക്കുന്ന ആൾക്കാരാവാം, സിംഗിളാവാം, അല്ലെങ്കിൽ കല്യാണം കഴിച്ച ദമ്പതികളാവാം, അതുമല്ലെങ്കിൽ 2 കുടുംബങ്ങളിലിരുന്ന് പ്രണയിക്കുന്നവരാവാം. ഇവിടെ ദമ്പതികളുടെ ചിഹ്നങ്ങളാണ് എല്ലാം തന്നിരിക്കുന്നത്. മാർസും വീനസുമാണ് നിങ്ങളെന്ന് പറയുന്നത്. ദമ്പതികളാണ്, അങ്ങേയറ്റം പ്രണയിക്കുന്നവരാണ്. ഇനി ഭരിക്കുന്ന സ്വഭാവം ഉണ്ടാവും എന്നാണ് പറയുന്നത്. നിങ്ങൾക്കാവാം അല്ലെങ്കിൽ അവർക്കാവാം കുറച്ച് ബോൾഡായ സ്വഭാവം ഉണ്ടാവും. കാരണം രാജാവും രാജ്ഞിയും വന്നു കഴിഞ്ഞാൽ അവരെന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി അത് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ രാജ്ഞി അങ്ങേയറ്റം പ്രണയിക്കുന്ന ആളാണെങ്കിലും ഭയങ്കര ബോൾഡായിരിക്കുമെന്നാണ് പറയുന്നത്. നിങ്ങളാവാം അല്ലെങ്കിൽ അവരാവാം, ഷീ ഓർ ഹി. ഇവിടെ വന്നിരിക്കുന്നത് ഫെമിനിൻ, മസ്കുലിൻ എനർജികളാണ്. എംപ്രസ് എന്ന് പറഞ്ഞാൽ 2 എനർജി വരും. ഇനി അതിൻ്റെ താഴെയാണ് കിങ് സോർട്സ് വന്നിരിക്കുന്നത്. അത് മസ്കുലിൻ എനർജിയാണ്, പുരുഷൻ്റെ എനർജിയാണ്. അപ്പോൾ അത് പറയുന്നത് മാർസാണ്. മുകളിലുള്ളത് മാർസും വീനസും ചേർന്നതാണ്. മീനം രാശി ഇടമത്സ്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ മാനസികമായിട്ട് അങ്ങേയറ്റം പ്രണയിക്കുന്നവരാണ്, എങ്കിലും കുറച്ച് ബോൾഡായ ആൾക്കാരാണ് എന്നുകൂടി പറയുന്നുണ്ട്. എന്നിട്ട് എങ്ങനെയാണ് ഇങ്ങനെ ട്രാപ്പിലായത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള തൻ്റേടമുള്ളവരാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കൺട്രോൾ ചെയ്യാനുള്ള കഴിവുള്ളവരാണ്, അങ്ങേയറ്റം സ്നേഹിക്കുന്നവരാണ്. സ്നേഹിക്കുക മാത്രം ചെയ്തുകൊണ്ട് പങ്കാളിയെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റില്ല. പങ്കാളി അരുതാത്തത് ചെയ്യുമ്പോഴോ ചിന്തിക്കുമ്പോഴോ അരുതേ എന്ന് പറയാൻ കഴിവുള്ളവരെയാണ് ബോൾഡായ ആളെ എന്ന് പറയുന്നത്. ഇവിടെ ബോൾഡാണ് എന്ന് പറഞ്ഞാൽ വഴക്ക് എന്നല്ല അർത്ഥം. സ്നേഹത്തിൻ്റെ ചങ്ങലകളാണ് ഇവിടെ പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയാണ് മാർസും വീനസും വരുന്നത്. സ്നേഹമാണ് ഇവിടെ തടവ്, അല്ലാതെ ദേഷ്യമോ പഴക്കോ അല്ലെങ്കിൽ ആരോപണങ്ങളോ ഇതൊന്നുമല്ല. നിങ്ങൾക്ക് മറ്റൊരു ശത്രു ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഞങ്ങൾ 2 പേരും ബോൾഡാണ്, നന്നായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, രാജാവ് രാജ്ഞിയാണ്. എന്നിട്ടും 3ാമത്തെ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു കയറി എന്നാണ് മൂൺ പറയുന്നത്. അത് നിങ്ങൾക്ക് നേരെ വന്ന ശത്രുവല്ല, മറഞ്ഞിരിക്കുന്ന ശത്രുവാണ്. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അതിനെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ എന്ന വാണിംഗാണ് ഇവിടെ മീനം രാശി പറയുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാനസികമായ ഐക്യമുള്ളവരാണ്, പ്രണയമുള്ളവരാണ്, വിരഹം അനുഭവിക്കുന്നു. ഇതിനൊക്കെ ഒരു എൻഡിങ് ആവാൻ പോകുന്നു എന്ന് വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നു. ഈ 3 വാണ്ട് തേർഡ് പാർട്ടി അകന്നു പോയിക്കോളും.
കാരണം നിങ്ങളുടെ സ്നേഹത്തിന് മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്, ഈ ശത്രുക്കൾക്ക്. അതുകൊണ്ട് സ്നേഹത്തിൻ്റെ കാര്യത്തിൽ പിന്നോക്കം പോണ്ടി വരുമോ, ഇത് നഷ്ടമാവോ എന്നുള്ള ചിന്ത ചിലപ്പോഴെങ്കിലും നിങ്ങളെ അസ്വസ്ഥരാക്കുന്നുണ്ട്. അതാണ് ഈ രാഹുവിൻ്റെ ഷാഡോ വന്നത്. ആ ഷാഡോ ഒന്നും നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട. നിങ്ങൾ മുന്നോട്ട് തന്നെ പോകും. ഒരു മുജന്മ ബന്ധമാണ് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ഇണകളാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാവർക്കുമുള്ള മെസ്സേജ് ആയിരിക്കില്ല, അത്രയ്ക്കും സ്നേഹിക്കുന്ന ആർക്കെങ്കിലുമുള്ള മെസ്സേജുകളായിരിക്കാം. അപ്പോൾ അവരുടെ കാര്യത്തിൽ മറ്റൊരാൾ കൈ കടത്തിയാലും യൂണിവേഴ്സ് അത് സമ്മതിക്കില്ല. നിങ്ങൾ നന്നായി തന്നെ മുന്നോട്ട് പോകുമെന്നാണ് ഇവിടെ കാർഡുകളെല്ലാം പറയുന്നത്. ഇത്രയധികം സ്നേഹിക്കുന്ന നിങ്ങളെ തടവിലാക്കിയിരിക്കുന്നത് മതവുമായിരിക്കാം എന്ന് പറയുന്നത്. ഒരേ ജാതി ആയിരിക്കില്ല, ഒരേ മതമായിരിക്കില്ല, അതൊക്കെ നിങ്ങളെ ട്രാപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ കയറില്ലാതെ കെട്ടിയിട്ട് ആ ശത്രു ഒരു പക്ഷേ മതമായിരിക്കാം, അല്ലെങ്കിൽ കുടുംബമായിരിക്കാം, അല്ലെങ്കിൽ പാരമ്പര്യമായിരിക്കാം, അല്ലെങ്കിൽ ഒരു കൂട്ടർ ഭയങ്കര ഹൈ ലെവലിൽ ജീവിക്കുന്നവരായിരിക്കാം, മറ്റേ ആൾക്ക് അത്ര പണമോ കഴിവൊന്നും ഇല്ലായിരിക്കാം, സാമ്പത്തിക ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ജോലിയിലെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങളെ തടവിലാക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ച് നിങ്ങൾക്ക് ഒന്നായി മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് ഇന്നത്തെ റീഡിങ്ങിൽ പറയുന്നത്. അതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. ഇവിടെ 2 ഹൃദയങ്ങളെക്കുറിച്ച് മാത്രമാണ് യൂണിവേഴ്സ് പറഞ്ഞു തന്നത്. അത് രണ്ടും അങ്ങേയറ്റം സ്നേഹിക്കുന്നവരാണ്, മുജന്മത്തിലെ ഇണകളാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. ഇനി അഥവാ നിങ്ങളെ തളർത്തുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളോ മറഞ്ഞിരിക്കുന്ന ശത്രുക്കളോ ഉണ്ടെങ്കിൽ അതൊന്നും നിങ്ങളെ ഈ ബന്ധത്തിനെ അവസാനിപ്പിക്കാൻ അവർക്ക് കഴിയില്ല എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട പ്രണയികളാണ്. ഇത് മാത്രം മനസ്സിലാക്കുക. പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക. ഇവിടെ പത്രമാധ്യമ രംഗങ്ങൾ പറയുന്നുണ്ട്, അഡ്വക്കേറ്റ് ആണ് എന്ന് പറയുന്നുണ്ട്, എയർഫോഴ്സിലെ ജോലി പറയുന്നുണ്ട്, പോലീസിലോ പട്ടാളത്തിലോ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്, ഗവൺമെൻറ് ജോബുകളെല്ലാം പറയുന്നുണ്ട്, മെഡിക്കൽ രംഗം വന്നിട്ടുണ്ട്. ഇനി മോഡലിംഗ് രംഗം, അഭിനയം, ഇതൊക്കെയാണ് പറയുന്നത്. എഴുത്തുകാരായിരിക്കാം, മാധ്യമ പ്രവർത്തകരായിരിക്കാം എന്ന് പറയുന്നുണ്ട്, ബിസിനസ്സുകൾ പറയുന്നുണ്ട്, ബാങ്കിലെ ജോലി പറയുന്നുണ്ട്, ജ്വല്ലറി വ്യാപാരം പറയുന്നുണ്ട്, ഭൂമി സംബന്ധമായ കൃഷി പോലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അഗ്രികൾച്ചർ ഇതൊക്കെ പറയുന്നുണ്ട്. ഇനി നൈറ്റ് ഷിഫ്റ്റിലെ ജോലികൾ പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് കരിയറായി വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഹെൽത്തിലേക്ക് കടക്കാം. അപ്പോൾ ഇവിടെ മീനം രാശി പറയുന്നു നിങ്ങളുടെ കരൾ തകരാറിലാണ് എന്ന്. ഇനി മൂത്രാശയ രോഗങ്ങളുണ്ട്, അണുബാധ ഉണ്ട്, രക്തക്കുറവുണ്ട്, ഗർഭാശയ അണ്ഡാശയ സ്ഥാന ഫൈബ്രോയിഡുകളുണ്ട്, അമിത ആർത്തവുണ്ട്, ചൊവ്വ പറയുന്നു. ഇനി തണ്ടല് വേദന, നട്ടല് വേദനയൊക്കെ ഉണ്ട് എന്ന് പറയുന്നു. ലിബ്ര പറയുന്നു നിങ്ങൾക്ക് സ്കിന്നിന് പ്രശ്നങ്ങളുണ്ട് എന്ന്. മിഥുന രാശി പറയുന്നു ശരീരവേദന, പനി, ദന്തരോഗങ്ങൾ, തലവേദന ഇതൊക്കെ ഉണ്ടാവുമെന്ന്. അപ്പോൾ ഇതൊക്കെയാണ് അസുഖമായിട്ട് വന്നിരിക്കുന്നത്. ഇനി പ്രഗ്നൻസി പീരീഡ് പറയുന്നുണ്ട്, അത് നല്ലൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പൊതുവായിട്ടുള്ള ഫലങ്ങളിലേക്ക് പോവാം. വിവാഹ നിശ്ചയം, വിവാഹം നടക്കും എന്ന് പറയുന്നുണ്ട്. ചില സെലിബ്രേഷനുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പാരമ്പര്യ രീതിയിലുള്ളതാവാം, അമ്പലങ്ങളിലെ പള്ളികളിലെയൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ കല്യാണം പോലുള്ള കാര്യമായിരിക്കാം. പരമ്പരാഗത ആഘോഷങ്ങൾ എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതൊക്കെ നടക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ വരികയാണല്ലോ, പൂജയൊക്കെ വരികയാണല്ലോ, അതൊക്കെ ആഘോഷമാണ്. ഇനി വന്നിരിക്കുന്നു അവിചാരിതമായൊരു യാത്ര നിങ്ങൾക്കുണ്ടാവുമെന്ന്. ഇനി നിങ്ങൾക്ക് ചില നെഗറ്റീവ് അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിവാഹ മോചനത്തിന് കോടതിയിൽ കേസ് കൊടുത്തവർക്ക് അത് നടക്കും എന്ന് പറയുന്നുണ്ട്. ആവശ്യമില്ലാത്ത കേസിലും വാക്ക് തർക്കങ്ങളിലും പെടാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്, ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ്. ഇനി ഗവൺമെൻറ് ജോബിന് കാത്തിരിക്കുന്നവർക്ക് അറിയിപ്പ് കിട്ടുമെന്നാണ്. ഇതൊക്കെയാണ് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് നല്ലോണം സ്നേഹിക്കുന്ന 2 പേരാണ് നമ്മൾ കണ്ടത്. നിങ്ങളുടെ ബന്ധം ഏതുമാവാം, നിങ്ങൾ മുജന്മങ്ങളിലെ ഇണകളാണ് എന്നാണ് ഇവിടെ പറഞ്ഞത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് മറഞ്ഞിരിക്കുന്ന ശത്രുക്കളുണ്ട്. കുടുംബമാവാം, സുഹൃത്തുക്കളാവാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആവാം, ആരൊക്കെ നിങ്ങൾക്ക് ഇടയിലുണ്ട് എന്നുകൂടി മനസ്സിലാക്കുക. എങ്കിലും എല്ലാ തടസ്സങ്ങളെ അതിജീവിച്ച് നിങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കാൻ സാധിക്കും എന്നാണ് ഒറ്റ വാക്കിൽ പറയാനുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും പോസിറ്റീവായിരിക്കുക. നിങ്ങളുടെ പങ്കാളി നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളവരെ സ്നേഹിക്കുന്നു. ഇത്ര അറിഞ്ഞാൽ പോരെ. ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക.
പ്രൈവറ്റ് റീഡിങ്ങിന് വരിക. അപ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസൊക്കെ തരും. ഇനി നമുക്ക് മാലാഖയുടെ മെസ്സേജ് എന്താണ് എന്ന് നോക്കാം. ലവ് യുവർ സെൽഫ് എന്നാണ് പറയുന്നത്. നിങ്ങളെ ഒന്ന് സ്നേഹിക്കുക ആദ്യം, എന്നാലാണ് മറ്റുള്ള സ്നേഹം നിങ്ങളിലേക്ക് വരിക. ന്യൂ ലവ് ആണ് പറയുന്നത്. ചില ആൾക്കാർക്ക് പുതിയൊരു പ്രണയം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അട്രാക്ഷൻ ഉണ്ട്. റിലീജിയൻ ഫാക്റ്റ് വന്നിട്ടുണ്ട്, അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പം മതവും ജാതിയൊക്കെ വില്ലനായി വന്നിട്ടുണ്ട്. നിങ്ങളെ ഒന്ന് സ്നേഹിക്കൂ. നിങ്ങളുടെ പ്രണയത്തിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാവും. നിങ്ങളോട് അവർക്ക് ഭയങ്കര അട്രാക്ഷനാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരോട് അട്രാക്ഷനാണ്. ഇതൊക്കെയാണ് മാലാഖ പറഞ്ഞത്. ടാരോയിലെ റീഡിങ്ങിന് അനുബന്ധമായിട്ട് തന്നെയാണ് മാലാഖയും പറഞ്ഞിരിക്കുന്നത്. നിങ്ങളോട് അവർക്കും അവരോട് നിങ്ങൾക്കും നല്ല സ്നേഹമാണ് എന്ന് തന്നെയാണ് ഈ അട്രാക്ഷൻ എന്നുള്ള കാർഡ് പറയുന്നത്. എന്നാൽ മതം ഒരു വില്ലനായി വന്നിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇനി നമുക്ക് 2 കാർഡ് കൂടി എടുക്കാം. കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവും കേട്ടോ. അവിവാഹിതരാണെങ്കിൽ വിവാഹ നിശ്ചയത്തിലേക്കൊക്കെ പോകും. സോൾമേറ്റ് ആണ്, ജന്മബന്ധമാണ് എന്ന് മീനം രാശി പറഞ്ഞു. നിങ്ങളുടെ ഓർമ്മകളിലാണ് അവർ ജീവിക്കുന്നത്. തടവിലാണ് ഇപ്പോൾ, എങ്കിലും നിങ്ങളുടെ ഓർമ്മകളാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനേക്കാൾ കൂടുതലൊന്നും പറയാൻ പറ്റില്ല. നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ആഴം എത്രയാണ് എന്നിവിടെ എല്ലാ കാർഡുകളും പറഞ്ഞു. 3 തരം കാർഡ് ഞാൻ എടുത്തതിലും അതാണ് കണ്ടത്. റീഡിങ് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ചാനലൊന്ന് സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് നിങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനിപ്പിക്കുന്ന കമൻറ്റുകൾ ഇടാൻ ശ്രദ്ധിക്കുക. പോസിറ്റീവായിരിക്കുക.